വെൽക്കം ടു ലേണിനോ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് പവർ പോയിന്റ് പ്രസന്റേഷന്റെ MCQ ആണ്. സോ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദർ ആർ ഡാഷ് മേജർ കമ്പോണൻറ്റ്സ് ഓഫ് പ്രസന്റേഷൻസ്. അതായത് ഒരു പ്രസന്റേഷന് എത്ര മേജർ കമ്പോണൻറ്റ്സ് ഉണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദർ ആർ ഡാഷ് മേജർ കമ്പോണൻറ്റ്സ് ഓഫ് പ്രസന്റേഷൻസ്. അപ്പോൾ പ്രസന്റേഷൻ എത്ര മേജർ കമ്പോണൻറ്റ്സ് ഉണ്ട് എന്നാണ് ഉദ്ദേശിച്ച് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 4, ഓപ്ഷൻ ബി 6, ഓപ്ഷൻ സി 3, ഓപ്ഷൻ ഡി 8. അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ എത്ര മേജർ കമ്പോണൻറ്റ്സ് ആണ് പ്രസന്റേഷൻ ഉള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്ന് പറയുന്നത് 3 ആണ്. There are 3 major components of presentation എന്ന് നമ്മൾ ഇന്നും കൂടി നമ്മൾ രാവിലത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കിയിരുന്നു. സോ അത് ഏതൊക്കെയാണ്? There should be an editor who insert the text and can be formatted. പിന്നെ a means for inserting pictures, audios, videos, etc. and then a slideshow presentation to display the contents of the presentation. അങ്ങനെ 3 components ആണുള്ളത്. So the answer is 3. അപ്പോൾ C ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് കേട്ടോ. C. ഇനി question, in which option of menu bar we can recolor the image. നമ്മൾ PPTയിലോട്ട് ഇൻസേർട്ട് ചെയ്തിട്ടുള്ള ഇമേജിന്റെ കളർ നമുക്ക് ജസ്റ്റ് ഒന്ന് റീകളർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മെനു ബാറിലെ ഏത് ഓപ്ഷൻ ആണ് യൂസ് ചെയ്യാന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻ വിച്ച് ഓപ്ഷൻ ഓഫ് ദി മെനു ബാർ വി ക്യാൻ റീകളർ ദ ഇമേജ്. അതായത് പ്രസന്റേഷനിൽ നമ്മൾ സ്ലൈഡിനകത്ത് നമ്മൾ ഇൻസേർട്ട് ചെയ്തിട്ടുള്ള ഇമേജ് അല്ലെങ്കിൽ പിക്ചർ നമുക്ക് റീകളർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഏത് ഓപ്ഷനിൽ പോയിട്ടുള്ള ഏത് മെനു ബാറിനകത്തുള്ള ഓപ്ഷനിലാണ് പോകേണ്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ A view, B insert, C design and D format. ഈ തന്നിരിക്കുന്ന 4 മെനു ബാറിൽ ഏത് ഓപ്ഷനിലാണ് നമുക്ക് ഇമേജ് റീകളർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഏതിലാണ്? ഫോർമാറ്റിലാണ് കേട്ടോ. നമ്മുടെ ഇമേജ് എഡിറ്റ് ചെയ്യാനുള്ള ഒട്ടുമിക്ക എന്താ പറയുക ഓപ്ഷൻസും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഏതിലാണ്? ഫോർമാറ്റിലാണ്. അതുകൊണ്ട് ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ഫോർമാറ്റ് ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യു ക്യാൻ ഇൻക്രീസ് ഓർ ഡിക്രീസ് ഫയൽ ബൈ. അതായത് സൈസ് ഓഫ് ദ ഫയൽ യു ക്യാൻ ഇൻക്രീസ് ഓർ ഡിക്രീസ് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, യു ക്യാൻ ഇൻക്രീസ് ഓർ ഡിക്രീസ് ദി സൈസ് ഓഫ് ദ ഫയൽ ബൈ. സോ യു ക്യാൻ ഇൻക്രീസ് ഓർ ഡിക്രീസ് ദി സൈസ് ഓഫ് ദി ഫയൽ ബൈ. നമ്മൾ കൊടുത്തിരിക്കുന്ന ഫയലിന്റെ സൈസ് നമുക്ക് ഇൻക്രീസ് ചെയ്യുക അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യുക എങ്ങനെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ ഓപ്ഷൻസ് തന്നിരിക്കുന്ന ഓപ്ഷൻസ് എന്ന് പറയുന്നത് എ കറക്ഷൻസ്, B compress pictures, C change pictures and D crop. എങ്ങനെയായിരിക്കും നമുക്ക് ഇമേജിന്റെ പിക്ചേഴ്സ് ഇൻക്രീസ് അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യാന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ അവിടെ ഏതാ ഉപയോഗിക്കേണ്ടത്? കറക്ഷൻസ് ആണോ, അതോ കംപ്രസ് പിക്ചേഴ്സ് ആണോ, അതോ ചേഞ്ച് ദ പിക്ചർ ആണോ, അതോ ക്രോപ്പ് ചെയ്യാണോ ചെയ്യേണ്ടത്? അപ്പോൾ ഏത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഫയലിന്റെ സൈസ് നമുക്ക് ഇൻക്രീസ് അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യാൻ പറ്റുക? എങ്ങനെയായിരിക്കും? ബൈ യൂസിങ് കംപ്രസ് പിക്ചേഴ്സ് അല്ലെ. നമ്മൾ പിക്ചേഴ്സ് കംപ്രസ് ചെയ്തിട്ടാണ് എപ്പോഴും നമ്മൾ ഫയലിന്റെ സൈസ് നമ്മൾ ഈതർ ഇൻക്രീസ് ഓർ ഡിക്രീസ് നമ്മൾ ചെയ്യാറ്. സോ അതുകൊണ്ട് ദ ഗിവൺ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി കംപ്രസ് പിക്ചേഴ്സ് ആണ്. സോ പിക്ചർ അതായത് കംപ്രസ് പിക്ചേഴ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ ഫയലിന്റെ സൈസ് ഈതർ ഇൻക്രീസ് ചെയ്യുക അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യാനോ പറ്റുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കറക്ഷൻസ് ക്യാൻ ബി ഫൗണ്ട് ഇൻ ദി സെക്ഷൻസ് ഓഫ്. അതായത് ഈ കറക്ഷൻ എന്നുള്ള ഓപ്ഷൻ ഏത് സെക്ഷനകത്തായിരിക്കും നമുക്ക് കാണാം? അതായത് പ്രസന്റേഷൻസിന് വേണ്ടി ആവശ്യമായിട്ടുള്ള ഇമേജ് കറക്ഷൻസ് നമുക്ക് ഏത് സെക്ഷനിലാണ് അവൈലബിൾ ആയിട്ട് ഉണ്ടാവുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ആക്സസിബിലിറ്റി, ഓപ്ഷൻ ബി അഡ്ജസ്റ്റ്, ഓപ്ഷൻ സി അറേഞ്ച്, ഓപ്ഷൻ ഡി സൈസ്. ഈ തന്നിരിക്കുന്ന 4 ഓപ്ഷൻസിൽ ഏത് സെക്ഷനകത്തായിരിക്കും നമുക്ക് കറക്ഷൻസ് നമുക്ക് അവൈലബിൾ ആവുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് എന്താവും? നമ്മൾ കറക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് അഡ്ജസ്റ്റ്മെന്റ് ആണ് അല്ലേ. നമുക്ക് കൊടുത്ത പിക്ചേഴ്സിനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാണ് നമ്മൾ കറക്ഷൻ എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ അഡ്ജസ്റ്റ് എന്ന് പറയുന്ന സെക്ഷൻ, അതായത് ഫോർമാറ്റിനകത്തുള്ള അഡ്ജസ്റ്റ് എന്ന് പറയുന്ന സെക്ഷനകത്താണ് നമുക്ക് കറക്ഷൻസ് അവൈലബിൾ ആയിട്ടുണ്ടാവുക കേട്ടോ. പിക്ചർ നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഫോർമാറ്റിനകത്തായിരിക്കും നമുക്ക് ഒട്ടുമിക്കമായിട്ടുള്ള എഡിറ്റിംഗ് അല്ലെങ്കിൽ ഫോർമാറ്റിംഗ് ഓപ്ഷൻസ് അവൈലബിൾ ആയിട്ടുണ്ടാവുക എന്നുള്ളത് അല്ലേ. സോ ആ ഒരു ഫോർമാറ്റിനകത്ത് towards the left കോർണറിൽ നമുക്ക് എന്ത് ഓപ്ഷൻ അവൈലബിൾ ആണ്? അഡ്ജസ്റ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ അവൈലബിൾ ആണ്. ഈ അഡ്ജസ്റ്റിനകത്താണ് നമുക്ക് ഈ പറയുന്ന corrections നമുക്ക് ഉള്ളത് കേട്ടോ.
കറക്ഷൻസ് നമുക്കുള്ളത് എവിടെയാണ്? അഡ്ജസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു സെക്ഷനകത്താണ് നമുക്ക് കറക്ഷൻസ് അവൈലബിൾ ആയിട്ട് ഉള്ളത് കേട്ടോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കറക്ഷൻസ് ഇൻക്ലൂഡ്, അതായത് ഇപ്പോൾ ഈ അഡ്ജസ്റ്റിനകത്തുള്ള കറക്ഷൻസ് എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനകത്ത് എന്താണ് ഉള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. സോ വാട്ട് ആർ ദ തിങ്സ് ദാറ്റ് ആർ ഇൻസൈഡ് ദി കറക്ഷൻസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ കോൺട്രാസ്റ്റ്, ഓപ്ഷൻ ബി ബ്രൈറ്റ്നസ്, ഓപ്ഷൻ സി ബോത്ത് എ ആൻഡ് ബി, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഈ തന്നിരിക്കുന്ന 4 ഓപ്ഷൻസിൽ കറക്ഷൻസിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബ്രൈറ്റ്നസ്സും കോൺട്രാസ്റ്റുമാണ് അതിനകത്തുള്ള കാര്യങ്ങൾ. അതായത് ഈ കറക്ഷൻസിനകത്ത് വരുന്ന 2 കാര്യങ്ങൾ എന്ന് പറയുന്നത് ബ്രൈറ്റ്നസ്സും കോൺട്രാസ്റ്റുമാണ്. സോ ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ബോത്ത് എ ആൻഡ് ബി ആണ് കേട്ടോ. ബോത്ത് എ ആൻഡ് ബി. അപ്പോൾ രണ്ടും, അതായത് കറക്ഷൻസിനകത്തുള്ളത് എന്തൊക്കെയാണ്? ബ്രൈറ്റ്നസ് മാറ്റാനും അതുപോലെ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള കോൺട്രാസ്റ്റ്, പിക്ചറിന്റെ കോൺട്രാസ്റ്റ് കൂട്ടാനും കുറയ്ക്കാനും അതുപോലെ ബ്രൈറ്റ്നസ് കൂട്ടാനും കുറയ്ക്കാനുമുള്ള ഓപ്ഷൻസ് ആണ് നമുക്ക് എന്തിനകത്തുള്ളത്? കറക്ഷൻസിനകത്ത് ഉള്ളത് കേട്ടോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കമ്പോണന്റ് ഓഫ് പ്രസന്റേഷൻ? ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ പ്രസന്റേഷന്റെ കമ്പോണന്റ് എന്ന് പറയുന്നത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അതായത് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ പ്രസന്റേഷന്റെ കമ്പോണന്റ് എന്ന് വിളിക്കാവുന്നത് അല്ലെങ്കിൽ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, an editor to input text and can be formatted. Option B, a means of inserting pictures, videos and audios. Option C, a slideshow to display the contents. Option D, all of these. അപ്പോൾ ഈ പറയുന്നതിൽ ഏതാണ് നമ്മളെ പ്രസന്റേഷന്റെ കമ്പോണന്റ് ആയിട്ടുള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, ആൻ എഡിറ്റർ ടു ഇൻപുട്ട് ടെക്സ്റ്റ് ആൻഡ് ക്യാൻ ബി ഫോർമാറ്റഡ് എന്ന് പറയുന്നത് ഈസ് എ കമ്പോണന്റ് ആണ് അല്ലേ, നമ്മൾ പഠിച്ചിരുന്നു. ഇറ്റ് ഈസ് എ കമ്പോണന്റ്. ആൻ എഡിറ്റർ ടു ഇൻപുട്ട് ടെക്സ്റ്റ് ആൻഡ് ടു ബി ഫോർമാറ്റഡ്, അതെന്താണ്? പ്രസന്റേഷന്റെ ഒരു കമ്പോണന്റ് ആണ്. പിന്നെ എ മീൻസ് ഓഫ് ഇൻസേർട്ടിംഗ് പിക്ചേഴ്സ്, വീഡിയോസ് ആൻഡ് ഓഡിയോസ്, അതും എന്താണ്? ഈ പറയുന്ന പ്രസന്റേഷന്റെ ഒരു കമ്പോണന്റ് ആണ്. സോ ഓപ്ഷൻ ബിയും കറക്റ്റ് ആണ്. പിന്നെ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് എ സ്ലൈഡ് ഷോ ടു ഡിസ്പ്ലേ ദി കണ്ടന്റ്സ്, അതായത് അതിനകത്തുള്ള കണ്ടന്റ്സ് എല്ലാം തന്നെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ലൈഡ് ഷോ ആവശ്യമാണ്, വിച്ച് ഈസ് ഓൾസോ എ കമ്പോണന്റ്. സോ ഈ മൂന്നും എന്താണ്? നമ്മുടെ പ്രസന്റേഷന്റെ കമ്പോണന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓൾ ഓഫ് ദീസ് ആണ് കേട്ടോ. അപ്പോൾ ഓൾ ഓഫ് ദീസ് ആണ് ഇതിന്റെ ആൻസർ. അപ്പോൾ ആൻ എഡിറ്റർ ടു ഇൻപുട്ട് ടെക്സ്റ്റ് ആൻഡ് ക്യാൻ ബി ഫോർമാറ്റഡും അതുപോലെ തന്നെ മീൻസ് ഓഫ് ഇൻസേർട്ടിംഗ് പിക്ചേഴ്സ്, വീഡിയോസ് ആൻഡ് ഓഡിയോസും അതുപോലെ തന്നെ സ്ലൈഡ് ഷോ ടു ഡിസ്പ്ലേ ദി കണ്ടന്റ്സും, ഇത് മൂന്നും എന്താണ്? ഈ പറയുന്ന കമ്പോണൻസിന്റെ ആൻസർ ആണ്. അതായത് കമ്പോണന്റുകളാണ്, പ്രസന്റേഷന്റെ കമ്പോണന്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓൾ ഓഫ് ദീസ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. എല്ലാം തന്നെ അതിന്റെ ആൻസർ ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൺട്രോൾ പ്ലസ് എൻ ഇൻ പ്രസന്റേഷൻ ഈസ് യൂസ്ഡ് ടു, അതായത് CTRL പ്ലസ് എൻ എന്നുള്ളത് പ്രസന്റേഷനകത്ത് CTRL പ്ലസ് എൻ എന്നുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, ക്രിയേറ്റ് ന്യൂ സ്ലൈഡ് ഇൻ പ്രസന്റേഷൻ, അതായത് പ്രസന്റേഷനകത്ത് ഒരു പുതിയ സ്ലൈഡിന് വേണ്ടിയിട്ട്, ക്രിയേറ്റ് എ ന്യൂ സ്ലൈഡ് ഇൻ പ്രസന്റേഷന് വേണ്ടിയിട്ടാണോ നമ്മൾ കൺട്രോൾ പ്ലസ് എൻ യൂസ് ചെയ്യുന്നത്? അതോ ക്രിയേറ്റ് എ ന്യൂ പ്രസന്റേഷൻ, അതായത് ഒരു പുതിയ പ്രസന്റേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ നമ്മൾ CTRL പ്ലസ് എൻ നമ്മൾ ഉപയോഗിക്കുന്നത്? അതോ ടു എഡിറ്റ് ദി പ്രസന്റേഷൻ, ഒരു പ്രസന്റേഷനിൽ എന്തെങ്കിലും എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ നമ്മൾ CTRL പ്ലസ് എൻ ഉപയോഗിക്കുന്നത്? അതോ ടു സേവ് ദി പ്രസന്റേഷൻ, ആ ഒരു പർട്ടിക്കുലർ പ്രസന്റേഷൻ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ നമ്മൾ CTRL പ്ലസ് എൻ നമ്മൾ ഉപയോഗിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ടു ക്രിയേറ്റ് എ ന്യൂ പ്രസന്റേഷൻ, അതായത് പുതിയൊരു പ്രസന്റേഷൻ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? CTRL പ്ലസ് എൻ നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. ടു ക്രിയേറ്റ് എ ന്യൂ പ്രസന്റേഷൻ, അതിന് വേണ്ടിയിട്ടാണ് CTRL പ്ലസ് എൻ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി നെക്സ്റ്റ്, ടു ഡിസ്പ്ലേ എ സ്ലൈഡ് ഷോ വിച്ച് കീ ക്യാൻ ബി യൂസ്ഡ്, അതായത് സ്ലൈഡ് ഷോയ്ക്കകത്ത് നമ്മൾ സ്ലൈഡ് ഷോ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് കീ ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ടു ഡിസ്പ്ലേ ദി സ്ലൈഡ് ഷോ വിച്ച് കീ ക്യാൻ ബി യൂസ്ഡ്? ഓപ്ഷൻ എ F5, ഓപ്ഷൻ ബി CTRL പ്ലസ് S, ഓപ്ഷൻ സി CTRL പ്ലസ് O, ഓപ്ഷൻ ഡി F6. അതായത് F5 ആണോ, CTRL പ്ലസ് S ആണോ, CTRL പ്ലസ് O ആണോ, അതോ F6 ആണോ? ഏത് കീ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സ്ലൈഡ് ഷോ ഡിസ്പ്ലേ ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്ന് പറയുന്നത് F5 ആണ് കേട്ടോ. സോ യു ക്യാൻ യൂസ് F5 in order to display the slide show.
സോ അതിന് ആൻസർ എന്ന് പറയുന്നത് F5 ആണ് കേട്ടോ. സോ F5ലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നോർമലി സ്ലൈഡ് ഷോസ് നമ്മൾ യൂസ് ചെയ്യാറ്, ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കീ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ എ ഗുഡ് പ്രസൻറ്റേഷൻ ദി സൈസ് ഓഫ് ഫോണ്ട് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ. അതായത് നല്ലൊരു പ്രസൻറ്റേഷന് അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് എത്രയായിരിക്കണം, മീൻ ഇറ്റ് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ ഏത് സൈസ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 20, ഓപ്ഷൻ ബി 26, ഓപ്ഷൻ സി 24, ഓപ്ഷൻ ഡി 50. അപ്പോൾ ഈ തന്നിരിക്കുന്ന 4 ഓപ്ഷൻസിൽ ഏത് സൈസിന് താഴേക്കാണ് പോകാൻ പാടാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്ന് പറയുന്നത് C24 ആണ് കേട്ടോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In order to add new page to the current presentation we can use. അതായത് ഇപ്പോൾ നമ്മളൊരു പ്രസൻറ്റേഷൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് പുതിയൊരു സ്ലൈഡിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് യൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്, അതായത് ഏത് ഷോർട്ട് കട്ട് കീ യൂസ് ചെയ്തിട്ടാണ് നമുക്ക് പുതിയൊരു പേജിലേക്ക്, നമുക്ക് കറണ്ട് പ്രസൻറ്റേഷനിൽ പുതിയൊരു പേജിലേക്ക് പോകാൻ പറ്റുക, അല്ലെങ്കിൽ പുതിയൊരു സ്ലൈഡിലേക്ക് പോകാൻ പറ്റുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ഓപ്ഷൻസ് എന്ന് പറയുന്നത് CTRL+N, ഓപ്ഷൻ ബി CTRL+M, ഓപ്ഷൻ സി CTRL+O ആൻഡ് ഓപ്ഷൻ ഡി CTRL+P. ഈ തന്നിരിക്കുന്ന 4 ഓപ്ഷൻസിൽ ഏത് ഓപ്ഷനിലാണ് നമുക്ക് അത് ചെയ്യാൻ പറ്റുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്ന് പറയുന്നത് CTRL+M ആണ് കേട്ടോ. സോ CTRL+M യൂസ് ചെയ്തിട്ടാണ് കറണ്ട് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പ്രസൻറ്റേഷനിൽ നമ്മൾ പുതിയൊരു പേജ് ആഡ് ചെയ്യാൻ പറ്റുക. ഓക്കെ, സോ താങ്ക് യു.